സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയ തിയറീസാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്താണ് സിംഗിൾ എൻട്രി, വാട്ട് ഈസ് സിംഗിൾ എൻട്രി എന്ന് ചോദിക്കാം. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ് ആൻഡ് അൺസയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അൺസിസ്റ്റമാറ്റിക് ആയിട്ട്, അൺസയൻറ്റിഫിക് ആയിട്ട്, ഇൻകംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സിംഗിൾ എൻട്രി ചോദിച്ചാൽ അങ്ങനെ എഴുതാം. ഡബിൾ എൻട്രി ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് എഴുതാം. അത് ഇൻകംപ്ലീറ്റും അൺസിസ്റ്റമാറ്റിക്കും അൺസയൻറ്റിഫിക് ആണെങ്കിൽ ഇതെന്തായിരിക്കും, കംപ്ലീറ്റും സിസ്റ്റമാറ്റിക്കും സയൻറ്റിഫിക് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം. അതുപോലെ ഡ്യുവൽ ആസ്പെക്ട് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാം. അതിനുശേഷം ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി ചോദിക്കാം. ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി ചോദിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഒറിജിനൽ വോച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് പേഴ്സണൽ അക്കൗണ്ട്സ് നമുക്കറിയാം, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. പക്ഷേ സിംഗിൾ എൻട്രി മെത്തേഡ് പ്രകാരം പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ പറയാൻ പോകുന്നത് വേരിയേഷൻസ് വരാൻ, അതായത് യൂണിഫോം അല്ലല്ലോ, കാരണം ചില സിസ്റ്റമാറ്റിക് അല്ല, സയൻറ്റിഫിക് അല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരും ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള ഒരു നേച്ചറിലായതുകൊണ്ട് തന്നെ അതിൽ വേരിയേഷൻസ് വരാം ആപ്ലിക്കേഷനിൽ. പിന്നെ സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷൻസിനൊക്കെയാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്യൂട്ടബിൾ ആവുള്ളൂ, കാരണം ഇത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് പറയാം. അഡ്വാൻറ്റേജ് സിമ്പിൾ ആൻഡ് ഈസിയാണ്, എക്കണോമിക്കലാണ്, സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ് ആണ്, ഈസി കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്, ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഡിസഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്, കാരണം വെച്ചാൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നോർമൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണില്ല, അതുപോലെ തന്നെ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊക്കെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഫീച്ചേഴ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒബ്ജക്റ്റീവ്സിലായിട്ട് പറയാം. അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ, അതുപോലെ പ്രോഫിറ്റ് വർക്കൗട്ട് ചെയ്യാൻ, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്, അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് പറയാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി ആണ്. സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിൽ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഡിഫറൻസ് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ സിംഗിൾ എൻട്രി എന്താണെന്ന് എഴുതുക, അതിന് തൊട്ട് താഴെയായിട്ട് ഡബിൾ എൻട്രി ചെയ്താൽ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറൻസിലേക്ക് വരിക. ദ ഫോളോയിങ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് കോളം വരച്ചിട്ട് ഡിഫറൻസ് ചെയ്ത് ആ ഒരു രീതിയിൽ ആൻസർ എഴുതി പഠിക്കുക എല്ലാവരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ആൻസറിന് ഒരു പെർഫെക്ഷൻ കിട്ടും. ഫസ്റ്റ് കോളം സിംഗിൾ എൻട്രി, സെക്കൻഡ് കോളം ഡബിൾ എൻട്രി. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞതാണ് ഇൻകംപ്ലീറ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ വേണമെങ്കിൽ ഒരു ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഇൻകംപ്ലീറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആണ്. മറ്റൊരു കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആണ്. പിന്നെ ബോത്ത് ദ ആസ്പെക്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നോട്ട് റെക്കോർഡ് ആണ് സിംഗിൾ എൻട്രിയിൽ. മറ്റൊരുതാണെങ്കിൽ ഡബിൾ എൻട്രിയിലാണെങ്കിൽ അത് റെക്കോർഡ് ആണ്. സിംഗിൾ എൻട്രിയിൽ പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്, ഡബിൾ എൻട്രിയിൽ ഓൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ആണ്. സിംഗിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഡബിൾ എൻട്രിയിലാണെങ്കിൽ ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ആണ്. സിംഗിൾ എൻട്രിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല, ഡബിൾ എൻട്രിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ എൻട്രിയിൽ എന്താണ്, സിംഗിൾ എൻട്രി സാധാരണ യൂസ് ചെയ്യുന്നത് സ്മോൾ എൻ്റർപ്രൈസസിനാണ്, ഡബിൾ എൻട്രിയിൽ ഓൾ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസിനും അത് യൂസ് ചെയ്യാം. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി അല്ല, അതായത് നോട്ട് കോസ്റ്റ്ലി ആണ്, ഡബിൾ എൻട്രി ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് എല്ലാവരും പഠിച്ചു വയ്ക്കുക. പിന്നെ ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി, പ്യുവർ സിംഗിൾ എൻട്രി, ക്വാസി സിംഗിൾ എൻട്രി, അങ്ങനെ സിമ്പിൾ സിംഗിൾ എൻട്രി, അങ്ങനെ 3 ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രീസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ സിംഗിൾ എൻട്രിയിലെ അക്കൗണ്ടിങ് പ്രൊസീജിയർ 2 മെത്തേഡുകളാണ് ഉപയോഗിക്കുക പ്രോഫിറ്റ് വർക്കൗട്ട് ചെയ്യാൻ. ഫസ്റ്റ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും സെക്കൻഡ് മെത്തേഡ് കൺവേർഷൻ മെത്തേഡ്, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. കാരണം രണ്ടും ഒരേപോലെ ആണല്ലോ. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പോലെയാണ് വരയ്ക്കുക. പക്ഷേ ടാലി ആവില്ല, ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടല്ല, സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് പഠിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ എൻട്രി പ്രകാരം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലേ. ഇത് കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ റിലയബിൾ അല്ല. പക്ഷേ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ, റിലയബിൾ ആണ്, കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു ഫൈൻഡ് ക്യാപിറ്റലാണ്, ബാലൻസ് ഷീറ്റ് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു 3-4 ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് സിംഗിൾ എൻട്രി ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് കിട്ടുക.
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് വർക്കിംഗ് അവസാനം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറയുന്നത് ഇറ്റ്സ് എൻ അക്കൗണ്ട് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, നോട്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ വേണമെങ്കിൽ 2 ഡിഫറൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജറിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് പാർട്ട്ലി ഫ്രം ലെഡ്ജറും അതുപോലെ പാർട്ട്ലി ഫ്രം എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് കൺവേർഷൻ മെത്തേഡ്. കൺവേർഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ചിലപ്പോൾ എസ് ആയിട്ടോ അല്ലെങ്കിൽ തിയറി പരമായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടിയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, അതായത് എല്ലാം വരയ്ക്കാനായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ സാധാരണ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം രണ്ടാമത്തേതെന്ന് പറയുന്നത് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്യാഷ് ഇൻ ഹാൻഡും അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ക്രെഡിറ്റ് സെയിൽസ് കാണാനായിട്ട് ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും വർക്കൗട്ട് ചെയ്യുക. ബിൽസ് റിസീവൽ വരയ്ക്കേണ്ടതായിട്ട് വരും. എന്ത് കാണാനായിട്ട്? ഡെപ്റ്റേഴ്സ് കാണാനായിട്ട്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെയുള്ള നമ്മൾ എന്തൊക്കെയാണ് സാധാരണ ചെയ്യുക? ഇപ്പോൾ ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് വർക്കൗട്ട് ചെയ്യാൻ ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ അക്കൗണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് വരയ്ക്കാം. ട്രയൽ ബാലൻസ് നമുക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ്, അതൊക്കെ കൺസിഡർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫൈനൽ അക്കൗണ്ട് വരയ്ക്കാം. ഏതൊക്കെ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങളത് എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമാറ്റുകളൊക്കെ എഴുതി വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു ഐറ്റം മിസ്സിംഗ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അതിന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്നല്ല കൊടുക്കുക, പേര് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. കാരണം മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും അതിനകത്ത്. ഒന്നിനെയും ക്ലോസിംഗ് സ്റ്റോക്ക് തരാതിരിക്കുകയോ അല്ലെങ്കിൽ പർച്ചേസ് തരാതിരിക്കുകയോ സെയിൽസ് തരാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് നമുക്ക് ക്വസ്റ്റിനിൽ തരും. അത് വെച്ചിട്ട് ബാക്കിയുള്ള മിസ്സിംഗ് ഐറ്റംസ് ആണ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആരും തന്നെ വിട്ട് കളയരുത്, അത് പഠിക്കുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് പഠിച്ചെടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.